ഗൈസ്, അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ഉമ്മ പറയും നമുക്കിന്ന് രാത്രി മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി മന്തി ഒക്കെ വെച്ചിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം ഇവിടെ മന്തി റൈസ് എടുത്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാണ്. പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ഇട ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, ഗരം മസാല അതൊക്കെ നമുക്ക് എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ഇതും കൂടി ഇതിലേക്കൊക്കെ ഇട്ട് ഇനി 1 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ പോക്കാണ് ഗൈസ്. പിന്നെ ഈ ചിക്കനിൽ നമ്മൾ തൈര് കൂടി ആഡാക്കിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. അതാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പ് തന്നെ റൈസും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ റൈസ് കുക്ക് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ലെമണും മന്തി മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതിൽ കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മാറ്റി വെച്ച ചോറ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാർക്കോൾ സെറ്റാക്കലാന്ന്, അതാണ് സ്മോക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഗീ കഴിക്കുമ്പോൾ സ്മോക്ക് വരും, അപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കുവേ. അങ്ങനെ നമ്മളെ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കഴിച്ച് നോക്കാണ് മക്കളെ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ ബായ്.